വെനസ്വേലയിൽ വൻ ഭൂകമ്പം 7.1 തീവ്രത രേഖപ്പെടുത്തി. പ്രാദേശിക സമയം 6:15 അടുത്താണ് ഭൂകമ്പമുണ്ടായത്. തലസ്ഥാനമായ കാരക്കാസിൽ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. യാരാക്കോ പ്രവിശ്യയിൽ 13.1 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായി 2 ഭൂചലനങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ. പ്യൂട്ടോറിക്കോയ്ക്കും വിർജിൻ ദ്വീപുകൾക്കും സുനാമി ഭീഷണിയുണ്ട്. ജപ്പാനിലും ഭൂകമ്പമുണ്ടായി. 6.9 തീവ്രത. സുനാമി മുന്നറിയിപ്പില്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. പ്രവിധ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വൈകുന്നേരമാണ്, അതായത് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് വെനിൻസുല നടുക്കി അതിശക്തമായ 2 ഭൂചലനങ്ങൾ, അതും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ഇതിൽ ആദ്യത്തെ ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കരീബിയൻ തീരത്തുള്ള മൊറോൺ കമ്മ്യൂണിറ്റിക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വെനിൻസുലയുടെ തലസ്ഥാനം കാരക്കാസിൽ നിന്ന് ഏകദേശം ഒരു 168 കിലോമീറ്ററോളം ദൂരെയാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. ഭൂമിക്കടിയിൽ 13 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. തുടർന്നുണ്ടായ ഭൂചലനങ്ങളിൽ ഈ കാരക്കാസ് നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അതുപോലെ ഈ ആദ്യ ചലനത്തിന് മിനിറ്റുകൾക്ക് ശേഷം 7.5 തീവ്രതയുള്ള അതിശക്തമായിട്ടുള്ള രണ്ടാമത്തെ ഭൂചലനം ഉണ്ടായതായിട്ടും ഉള്ള റിപ്പോർട്ടുകളുണ്ട്. US സർവേ റിപ്പോർട്ട് പ്രകാരം ഇത് അതിതീവ്രമായ ഒരു ഭൂചലനമായിരുന്നു. പോർട്ടറിക്കോയിലും അതുപോലെ വെർജിൻ ഐലൻഡിലും സുനാമിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ മൊറോണിന് തെക്ക് ആയിട്ട് ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ മാറി ഭൂമിക്കടിയിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ രണ്ടാമത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. കെട്ടിടങ്ങളൊക്കെ വലിയ കുലുക്കമായിരുന്നു. ഇതിനെ തുടർന്ന് ആളുകളൊക്കെ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെയും ഈ മതിലുകൾ പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവയ്ക്കുള്ളിലുള്ള സാധനങ്ങളും അതും ഒക്കെ നമുക്ക് ഈ വിഷ്വൽസിൽ കാണുവാൻ പറ്റും. ഇതുപോലെ വളരെ തിരക്കേറിയ റെസ്റ്റോറന്റുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള തലസ്ഥാനമാണ് ഈ വെനിൻസുലയത്. അവിടെ 2 പ്രദേശങ്ങളിൽ പൊടിപടലങ്ങളും ഒക്കെ ഉയരുന്നതും ജനങ്ങൾ ഓടുന്നതും കാണാം. ഇവരുടെ ആഭ്യന്തര മന്ത്രി ഡിയോസ്ഡാഡോ കബെല്ലോ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ ഭൂചലനം അത് തീവ്രത കൂടിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, അൽട്ടാമിറ മേഖലയിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണ് ഭയാനകമായ സാഹചര്യമാണുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് കെട്ടിടങ്ങളിൽ ഒരു കാരണവശാലും തിരികെ പ്രവേശിക്കരുത്, ജനങ്ങൾ പുറത്തു തന്നെ നിൽക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം അങ്ങ് വടക്കൻ ജപ്പാന്റെ തീരത്തും ശക്തമായ ഭൂചലനം കഴിഞ്ഞ മണിക്കൂറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം രാവിലെ 7:00 ഇവാറ്റെ പ്രിഫെക്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ തീരത്താണ് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ ഏകദേശം 50 കിലോമീറ്റർ ആഴത്തിലാണ് ജപ്പാനിലെ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം.